മാലാഖമാരുടെ കണ്ണീർ. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. മാലാഖയെന്ന് വിളിപ്പേര് മാത്രമേ ഉള്ളൂ. ആതുരാലയങ്ങളിലെ ആടുജീവിതങ്ങളാണ് ഇവർ. പറയുന്ന തുക കൊടുത്ത് ഡോക്ടർമാരെ നിശ്ചയിക്കാനും രോഗികൾക്ക് നെടുങ്കൻ ബില്ല് നൽകാനും ഈ മുതലാളിമാർക്കാകും. അന്യൻ്റെ മൂത്രവും കഫവും രക്തവും കൈകൊണ്ട് വാരുന്ന ഈ പാവം നേഴ്സുമാർക്ക് കൂലി കൊടുക്കാൻ മാത്രമില്ലേ? നവോത്ഥാന കേരളത്തെ രോഗാതുരമാക്കി ഇങ്ങനെ ഇവിടെ ഒരു സ്വകാര്യ ആരോഗ്യ പ്രവർത്തനം വേണ്ട. മുൻപും ഇവർ സമരം നടത്തി. പരിഹാരം നിർദ്ദേശിച്ചും കമ്മീഷനെ നിയമിച്ചും ഈ പാവങ്ങളെ പിടിച്ചു നിർത്തി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചങ്കരൻ തെങ്ങിൽ തന്നെ. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മാനേജ്മെന്റുകളെ കൊമ്പ് കുത്തിച്ച ഹൃദയപക്ഷ സർക്കാർ ഇന്നുള്ളപ്പോൾ ഇവരുടെ സമരം ഫലം കാണേണ്ടേ? ആശുപത്രി മുതലാളിമാർ കൃത്രിമ പഞ്ഞം പറച്ചിൽ നിർത്തി വരുതിയിലേക്ക് വരേണ്ടേ, അല്ലെങ്കിൽ വരുത്തേണ്ടേ? ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഷിജു ഖാൻ, ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ, ഹസൻ കോയ തങ്ങൾ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായുണ്ട്, ഹാരിസ് മണൽപ്പുറം ഉണ്ട്, നേഴ്സുമാരുടെ സംഘടനാ നേതാവ്, ഒപ്പം നേഴ്സുമാരുടെ സമരം നയിക്കുന്ന സംഘടനാ നേതാവ് ജാസ്മിൻ ഷായും നമ്മോടൊപ്പം ഉണ്ട് ടെലിഫോണിൽ. ആദ്യം ശ്രീ ജാസ്മിൻ ഷായിലേക്ക് തന്നെ. ശ്രീ ജാസ്മിൻ ഷാ, അതായത് ഇത്തരത്തിലുള്ള ഒരു സമരം തൃശ്ശൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരം എന്നാണ് അവിടെ നിന്ന് വിവരങ്ങൾ പുറത്തെത്തുന്നത്. ഏതാണ്ട് സ്വകാര്യ മേഖലകളൊക്കെയും സ്തംഭിച്ച അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമരത്തെ സംബന്ധിച്ചുള്ള തുടർന്നുള്ള നിലപാടുകൾ ആദ്യം തന്നെ പറയാം. ശ്രീ ജാസ്മിൻ ഷാ, തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ശ്രീ ഹസൻ കോയ തങ്ങൾ തൃശ്ശൂരിൽ നിന്നും നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഹസൻ കോയ തങ്ങൾ, അതായത് ഇത്ര വലിയൊരു സമരം, ഒരുപക്ഷെ വലിയ നീതിക്ക് വേണ്ടിയുള്ള സമരം എന്നാണ് പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമരം തൃശ്ശൂരിൽ സർക്കാർ നിശ്ചയിച്ച 27-ന് മുമ്പ് തന്നെ അവർ തുടങ്ങി. എങ്ങനെയാണ് ഈ സമരത്തെ നിങ്ങൾ സമീപിക്കാൻ പോകുന്നത്? സർക്കാർ നിശ്ചയിച്ച തീയതിക്ക് മുമ്പ് ഈ സമരം തുടങ്ങിയത് തന്നെ ശരിയല്ല. ഒരു ട്രേഡ് യൂണിയൻ മര്യാദകളൊന്നും പാലിക്കാതെയുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള രോഗികൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ പകർച്ചവ്യാധികളും മഴക്കാല രോഗങ്ങളും ഒക്കെ പടർന്ന് പന്തലിച്ച് ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകളും വളരെയധികം ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു സമയത്ത് ആ സമയം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു സമരം, അതും മിനിമം വേജ് ആക്ട് പ്രകാരമുള്ള ഒരു പ്രഖ്യാപനം വരുന്നത് വരെ കേവലം ദിവസങ്ങൾ മാത്രം കാത്തു നിൽക്കാനുള്ള ഒരു സാവകാശം കൂടി കാണിക്കാതെ ഒരു സമരം തുടങ്ങുന്നത് തീർച്ചയായും ശരിയല്ല. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സമരം മാത്രമാണിത്. അവരുടെ വേതന വർധനമാണ് അവരുടെ ആവശ്യമെങ്കിൽ അവരുടെ കാലാകാലങ്ങളിൽ അവർക്കുണ്ടാകുന്ന വേതന വർധനവ് പോലെ തന്നെ ഇപ്രാവശ്യവും അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഏകദേശം പ്രഖ്യാപനം വരാനിരിക്കുന്ന ഈ സമയത്ത് അവരൊരു സമരം തുടങ്ങാൻ പാടില്ലായിരുന്നു. മന്ത്രിമാരും ഗവൺമെന്റും ഒക്കെയാണ് ഇതിൽ ചർച്ച നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹസൻ കോയ തങ്ങൾ, മന്ത്രിമാരുടെയും സർക്കാരിന്റെയും ട്രേഡ് യൂണിയൻ മര്യാദയുടെയും ഒക്കെ കാര്യം വരട്ടെ. ഇത് കണക്ക് മുമ്പും ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. 2012 അത്തരമൊരു സമരം പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടത്തിൽ അവർക്ക് പാലിക്കപ്പെടേണ്ട ഒന്നും ഈ ട്രേഡ് യൂണിയൻ മര്യാദ പോലെ മുതലാളിമാർക്കുമില്ലേ? ഏതെങ്കിലും നൽകിയിട്ടുണ്ടോ അവർക്ക്? ഏത് മര്യാദകളാണ് പാലിക്കാതിരുന്നത് മുതലാളിമാർ? തീർച്ചയായും ജാസ്മിൻ ഷാ ലൈനിലുണ്ട്. ഏത് മര്യാദയാണ്? നമുക്ക് കട്ട് ആൻഡ് ഡ്രൈഡ് ആയി കാര്യങ്ങൾ പോകാം. ജാസ്മിൻ ഷാ ഉണ്ട്, തൃശ്ശൂരിൽ സമരം നേരിട്ട് നയിക്കുന്ന വ്യക്തി കൂടിയാണ്. ജാസ്മിൻ ഷാ, എന്ത് കാര്യമാണ് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പോകുന്നത്? 27-ന് സർക്കാർ നിശ്ചയിച്ചതിന് മുമ്പേ എല്ലാ ട്രേഡ് യൂണിയൻ മര്യാദകളും ലംഘിച്ചാണത്രേ നിങ്ങൾ സമരം തുടങ്ങിയത്. അതും പ്രത്യേകിച്ച് ഈ പനിക്കാലഘട്ടത്തിൽ വലിയ ദുരിതമാണ് നാട്ടുകാർക്കുണ്ടാകുന്നതെന്ന് ഇതാണ് ഹസൻ കോയ തങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ കാരണം ഇവിടുത്തെ മാനേജ്മെന്റുകളുടെ ധാർഷ്ട്യമാണ്. എല്ലാ കാലത്തും തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, തങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഇവരുടെ പിടിവാശിയാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കാം, ഇത്രയും കാലം ഉണ്ടായിട്ട് ഇത്രയും നഴ്സുമാർ പ്രശ്നമായി കേരളത്തിൽ എത്രയോ മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഒരാൾ പോലും
ഈ വിഷയത്തെ പറ്റി ഒരു ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. അതിന് ആദ്യം തന്നെ ഞങ്ങൾ കൈരളിയെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം ഒരു വാർത്ത, ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ വിഷയം ചർച്ച ചെയ്യാനെടുത്ത ഒരു തീരുമാനത്തെ ഞങ്ങൾ വളരെയധികം നന്ദിയോടെ സ്മരിക്കുന്നു, ഈ കൈരളിയുടെ ഈ തീരുമാനത്തെ. പക്ഷേ മറ്റു മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് ഇവർ എന്താണ് ചെയ്യുന്നത്? നേഴ്സിംഗ് സമരത്തിനെതിരായിട്ട് വാർത്ത കൊടുക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ഈ കാലാകാലം 1.5 വർഷമായി ഞങ്ങൾ ഈ കാത്തിരിക്കുന്നു ഈ ശമ്പള പരിഷ്കരണത്തിനായിട്ട്. 2013 ഒരു മിനിമം വേജസ് കൊണ്ടുവന്നു. 80% ആശുപത്രികളോട് അട്ടിമറിച്ചു. ഒരാൾ പോലും അത് കൊടുക്കാൻ തയ്യാറായില്ല. ബലരാമൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ബലരാമൻ സാർ അധ്യക്ഷരായിക്കൊണ്ട് 50 നിർദ്ദേശം കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്നിട്ട് പോലും ആ റിപ്പോർട്ട് നടപ്പിലായിട്ടില്ല. വീരകുമാർ കമ്മിറ്റി വന്നു. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് വെച്ചു. സുപ്രീം കോടതി നേരിട്ട് നിർദ്ദേശിച്ചു. ഇവരെന്താ അടിമകളാണോ എന്ന് സുപ്രീം കോടതി എന്ന് ചോദിച്ചു. എന്നിട്ടും ഇവിടുത്തെ മാനേജ്മെന്റുകളുടെ ഒരു ദാക്ഷിണ്യത്തിനും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. അതായത് ജാസ്മിൻ ഷാ, അതായത് ഹസൻ കോയ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ട്രേഡ് യൂണിയൻ മര്യാദ പോലും നിങ്ങൾ പാലിച്ചില്ല. നഗ്നമായ എല്ലാവിധ മര്യാദകളുടെയും ലംഘനമാണ് നിങ്ങൾ നടത്തിയതെന്ന്. നേരെ മറിച്ച് അവർ നടത്തിയ ലംഘനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് വരുന്ന ലംഘനത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് ചോദിച്ചത്. അതിന് അക്കമിട്ട് മറുപടി നൽകൂ ജാസ്മിൻ ഷാ ഉണ്ടെങ്കിൽ. ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് ആദ്യം സുപ്രീം കോടതി തങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ബോധിപ്പിക്കണേ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു 36 നേഴ്സുമാർക്ക് ഡെങ്കു ഫീവർ വട്ട് ഇവിടെ പനി ബാധിച്ചതുപോലെ നേഴ്സുമാർ ഇപ്പോഴും ജോലി ചെയ്യുന്നു. ഈ മഴക്കാലമായിട്ട് ഇവർ പറയുന്നത് എത്രയോ നേഴ്സുമാർക്ക് 300 രൂപയാണ് കൂലി, ദിവസക്കൂലി. അത് കൂട്ടി നൽകാൻ ഇവർ തയ്യാറാണ്. ഇവിടെ ചാകരക്കാലമാണ് ഈ പനിക്കാലം. ഈ നോട്ടീസ് ഞങ്ങൾ ഇന്നലെയും കൊടുത്താലല്ലോ, നിയമപരമായിട്ടാണ് നോട്ടീസ് കൊടുത്തത്. ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ട്രേഡ് യൂണിയൻ നിയമവ്യവസ്ഥകൾ ബാധിച്ചുകൊണ്ട് ഞങ്ങൾ സമര നോട്ടീസ് കൊടുത്തപ്പോൾ ഒരു ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനുള്ള ഒരു നടപടി ഉണ്ടായോ? ഈ സർക്കാർ എത്ര തവണ ചർച്ച വിളിച്ചു? ആ ചർച്ചയിലെല്ലാം നിഷേധാത്മകമായ നിലപാടല്ല ഇവർ സ്വീകരിച്ചത്. സർക്കാർ ഇന്നലെ ബഹുമാന്യയായ സുനിൽകുമാർ ശിവകുമാർ വിളിച്ച ചർച്ചയിൽ പോലും ഞങ്ങളോട് പറഞ്ഞെന്താ, ഈ സർക്കാരിന് മനസ്സിലാകുന്നു നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ. ഈ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ സമരം ന്യായമാണ്. ഇവിടെ മാനേജ്മെന്റിന്റെ രാഷ്ട്രീയമാണ് നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം മാനേജ്മെന്റ് ഒരു ഇന്ററിം റിലീഫ് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ 26 വരെ തീരുമാനമെടുക്കും. ഞങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ശമ്പളം പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ ഇപ്പൊ വാക്ക് തന്നാൽ, ഇവിടെ വെച്ച് പീപ്പിൾ ടിവിന്റെ മുന്നിൽ വെച്ച് വാക്ക് തന്നാൽ ഞങ്ങൾ പിൻവലിക്കാം, നിരുപാധികം പിൻവലിക്കാം. എന്താണ് വാക്ക്? ഒരിക്കൽ കൂടി പറയൂ ജാസ്മിൻ. എന്താണ് നിങ്ങൾക്ക് വേണ്ട ഉറപ്പ്? ഞങ്ങൾക്ക് വേണ്ടത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ഇവിടെ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണം കേരളത്തിലെ നഴ്സുമാർക്ക് നൽകാൻ തയ്യാറാണ് എന്ന് ഇവിടുത്തെ മാനേജ്മെന്റ് അസോസിയേഷനോ മാനേജ്മെന്റുകളോ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ സമരം പിൻവലിക്കാൻ തയ്യാറാണ്. ഹസൻ കോയ തങ്ങൾ കൃത്യമായ നിർദ്ദേശം, എന്ത് മര്യാദയാണ് ഞങ്ങൾ പാലിക്കാത്തതെന്ന് ചോദിച്ചതിന് കൃത്യമായ മറുപടിയാണ് ജാസ്മിൻ ഷാ പറഞ്ഞത്. ഉണ്ടോ മറുപടി? കേന്ദ്ര സമിതിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വന്ന റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ, അല്ലെങ്കിൽ നടപ്പാക്കാമെന്ന് ഹൃദയത്തിൽ തൊട്ട് അംഗീകരിച്ചാൽ ഞങ്ങളിതാ സമരം പിൻവലിക്കാം. ഇത് പീപ്പിൾ ടിവിയിലൂടെയാണ് പറയുന്നതെന്ന് ജാസ്മിൻ ഷാ എടുത്തു പറയുന്നു. ഹസൻ കോയ തങ്ങൾ പീപ്പിൾ ടിവിയിലൂടെ തന്നെ ഞാൻ അതിനൊരു മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സുപ്രീം കോടതി അനുസരിച്ചുള്ള എക്സ്പേർട്ട് പാനൽ കമ്മിറ്റിയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് അയച്ചു കൊടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കെപ്റ്റ് ഇൻ അബെയൻസ്, അതിൽ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഈ മേഖലയിലെ മിനിമം വേജസ് തീരുമാനിക്കേണ്ടത് മിനിമം വേജസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്കനുസരിച്ചാണ്. ഇവിടെ കുറഞ്ഞ കൂലി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് മിനിമം വേജസ് ആക്ട് ആണ് മാൻഡേറ്റ്. അതിനെ മറികടന്നുകൊണ്ട് ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ്. മിനിമം വേജസ് ആക്ടിന്റെ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള ഷെഡ്യൂൾ എംപ്ലോയ്മെന്റിൽപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ ഹെൽത്ത് കെയർ. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ മിനിമം വേജസ് ആക്ടുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് അത് നിർദ്ദേശിക്കാനുള്ള അധികാരമില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു ഉത്തരവ് നിലനിൽക്കെ അത് നടപ്പാക്കും എന്ന് പറയാൻ, ഈ ചാനലിൽ വന്ന് പറയാൻ ഞാൻ
അത്ര ഒരു വിഡ്ഢിയൊന്നുമല്ല. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ട്രേഡ് യൂണിയൻ മര്യാദകൾ പാലിച്ചില്ല എന്ന് അവർ പാലിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പാലിക്കുന്നു എന്ന് അവർ പറയുന്നല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ മറ്റുള്ള ട്രേഡ് യൂണിയനുകളും മറ്റുള്ള മേഖലകളിലൊക്കെ മിനിമം വേജ് ആക്ടും അതുപോലുള്ള മിനിമം വേജും അതുപോലുള്ള സേവന വേതന വ്യവസ്ഥകൾ നിലവിലുണ്ട്. ഏതെങ്കിലും ഒരു സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രഖ്യാപനം ഒരാഴ്ച കഴിഞ്ഞ് മാറ്റിവെച്ച് ട്രേഡ് യൂണിയൻ അടക്കമുള്ള ആളുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഇത് 27-ാം തീയതി വീണ്ടും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞ് അന്ന് പ്രത്യേകിച്ചും ലേബർ കമ്മീഷന്റെ അഭ്യർത്ഥന നിങ്ങൾ അതുവരെ സമരം ചെയ്യരുത് എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതിനു ശേഷം ഈ ഒരു സമയം മുതലെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് അവരത് ചെയ്യും. താങ്കൾ പറയുന്നത് നിയമത്തിന്റെയും ബൈലോയുടെയും ഹൈക്കോടതി സ്റ്റേയുടെയും കാര്യമാണ്. പക്ഷെ അവരത് ചെയ്യുന്നത് അവർ ജീവിതത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 2012 അടൂർ പ്രകാശ് മന്ത്രിയായിരിക്കുമ്പോൾ, അതായത് ബലരാമൻ കമ്മീഷൻ വരുന്നു, നിരവധി നിർദ്ദേശങ്ങൾ പുറത്തെത്തുന്നു. പക്ഷേ ഇന്ന് വരെ അതിലെ ഒരു കാര്യങ്ങളും ഒരു പുരോഗതിയായി ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് അവരുടെ പരാതി. ഒരു രീതിയിലും, അതായത് പകലന്തിയോളം പണിയെടുക്കുന്നു, രക്തവും മൂത്രവും കഫവും ഒക്കെ ചുമക്കുന്ന ഏറ്റവും ദുരിതം പിടിച്ച ജോലി ചെയ്യുന്നു. പക്ഷെ ആ ജോലി ചെയ്യുന്ന ഇവർക്ക് അർഹമായ ഒരു പ്രാതിനിധ്യവുമില്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു രോഗബാധ വന്ന് ലീവ് എടുത്താൽ പോലും ഇവർക്ക് ചികിത്സ പോലും ലഭ്യമല്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന ദുരിതം നിരവധി പത്രങ്ങളിൽ അവരൊക്കെ ചങ്ക് ചാലിച്ചെഴുതിയതാണ് ഹസൻ കോയ തങ്ങൾ. ഞങ്ങൾ ഇതൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളിന്ന് കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു അനുഭവം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടോ? 2012 ബൽറാം കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ച സമയത്ത് 2013 വളരെ വ്യക്തമായി അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുകയും ഒരു യോഗത്തിൽ വെച്ച് 19 നിർദ്ദേശങ്ങൾ, ബൽറാം കമ്മീഷൻ നിർദ്ദേശിച്ച 19 നിർദ്ദേശങ്ങൾ ഒരു യോഗത്തിൽ വെച്ച് തീരുമാനിക്കുകയും വേജ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്നത്തെ മിനിമം വേജ് കമ്മിറ്റി, മിനിമം വേജ് അഡ്വൈസറി ബോർഡിന് IRC ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത് 2013 ഒരു ജിയോ വന്നിട്ടുണ്ട്. ആ ജിയോ അനുസരിച്ചിട്ടാണ് ഇന്ന് മിനിമം വേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ സ്വകാര്യ ആശുപത്രികളും ഇന്ന് മിനിമം വേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മിനിമം വേജ് ആ ജിയോ പ്രകാരം കൊടുത്തിട്ടില്ല എങ്കിൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരം സർക്കാരിനുമുണ്ട്. ജാസ്മിൻ ഷാ അതിനൊരു മറുപടി. അത് വല്ലാതെ സാങ്കേതികമായ പല കാര്യങ്ങളും മുൻനിർത്തി അവർ നേരത്തെയും പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അവർ നിങ്ങൾ മുമ്പോട്ട് വെച്ച ലംഘനങ്ങളുടെ കാര്യമായും ട്രേഡ് യൂണിയൻ മര്യാദയുടെ ലംഘനമായും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അതിലേക്ക് തന്നെ ഹസൻ കോയ എത്തുകയും ചെയ്തു. ഒന്ന്, ഹൈക്കോടതി സ്റ്റേ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സ്റ്റേറ്റിന്റെ വിഷയത്തിൽ 19 നിർദ്ദേശങ്ങൾ അന്ന് ഷിബു ബേബി ജോണിന്റെ കാര്യത്തിൽ പറഞ്ഞു, വേജ് അടക്കം. ഇതൊക്കെ പാലിക്കപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പറയാനുണ്ടെങ്കിൽ പറയാം ജാസ്മിൻ ഷാ. ഇതിനൊക്കെ കൃത്യമായ മറുപടി ഞങ്ങൾക്കുണ്ട്. ആദ്യം പറഞ്ഞത് പച്ചക്കള്ളമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഇതേ വരെ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതിന് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത്, ഇന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ എന്ന് പറയുന്ന ജസ്റ്റിസ് ഇന്ന് കേരള സർക്കാരിനൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത ഹർജിയിലാണ് ആ നോട്ടീസ് അയച്ചിട്ടുള്ളത്. എന്താ അതിന് പറഞ്ഞിട്ടുള്ളത്? സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ശമ്പളം നഴ്സുമാർക്ക് കേരളത്തിൽ കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്തെന്ന് 3 ആഴ്ചക്കുള്ളിൽ അതിന്റെ കാരണം ബോധിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആദ്യം തന്നെ കള്ളമാണ് എന്ന് പൊതുസമക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ഒരു മിനിമം വേജസ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതൊരു വേതനം പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് സത്യമായ കാര്യം. ഇദ്ദേഹം പറഞ്ഞു അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇന്ന്? അതെല്ലാ സ്വകാര്യ ആശുപത്രികളും പാലിക്കപ്പെടുന്നു എന്നാണ് ഹസൻ കോയ പറയുന്നത്. 80% ആശുപത്രികളും ഇത് നടപ്പിലാവില്ല എന്ന് പറഞ്ഞത് UNA അല്ല, ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളല്ല. ഇവിടെ വിവരാവകാശ നിയമപ്രകാരം സർക്കാർ കൊടുത്ത മറുപടിയാണ് 80% ആശുപത്രികളും കൊടുക്കുന്നില്ല എന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. എന്തിനാണത്? നമ്മൾ ജീവനക്കാരുടെ ശമ്പളം എത്ര കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ കൊടുക്കുന്ന തുക ഗവൺമെന്റ് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഇവരെന്താ ചെയ്തത്? കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേ മേടിച്ചു. ഇവരുടെ പണാധികാരം ഇവരെന്തിനാണ് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ലേ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, ബലരാമൻ കമ്മിറ്റിയുടെ 19 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയെന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് നടപ്പിലാക്കിയ നിർദ്ദേശം? 8 മണിക്കൂർ ജോലി,
അതുപോലെ തന്നെ ESI, PF നൽകണം, അതുപോലെ 208 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ലോക തൊഴിൽ നിയമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ നിർദ്ദേശങ്ങൾ ബലരാമൻ കമ്മിറ്റിയിൽ 19 പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. അതിരിക്കട്ടെ, അത് ശരിയാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യവും കൂടിയാണ്. ജാസ്മിൻ ഷാ കുറെ കൂടി നമുക്ക് ഫോക്കസ് ചെയ്താൽ, അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 80% പാലിക്കപ്പെടാതെ തന്നെയാണ് ഇന്നും ആശുപത്രികൾ നിൽക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ പറയാമെങ്കിൽ ഇപ്പോൾ എത്ര തുകയാണ് സാധാരണഗതിയിൽ നേഴ്സുമാർക്ക് നൽകുന്നത് സ്വകാര്യ ആശുപത്രി? ഇവിടെ അടിസ്ഥാന വേതനം ഒരു GNM ആണെങ്കിൽ 8,750 രൂപയും, BSc നേഴ്സ് ആണെങ്കിൽ 9,250 രൂപയും. ഇനി ആ നേഴ്സുമാർ തന്നെ ട്രെയിനികൾ എന്ന് പറയുന്ന രീതിയിലാണെങ്കിലോ അവർക്ക് BSc ആണെങ്കിൽ 6,500 രൂപ കൊടുക്കും, GNM ആണെങ്കിൽ 6,000 രൂപ കൊടുക്കും. ഈ തരത്തിലാണ് ട്രെയിനിങ്. ഇപ്പൊ ആശുപത്രിയുടെ അവസ്ഥ നിങ്ങൾ എത്ര ശമ്പള വർധനവാണ് ആവശ്യപ്പെടുന്നത് അടിയന്തരമായി സമരം നിർത്താൻ? അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചില്ല. കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയപ്പോൾ സർക്കാർ പറഞ്ഞു നിങ്ങൾക്ക് അടിയന്തരമായിട്ട് നിങ്ങൾ 27-ാം തീയതി വരെ സമരം നിർത്താൻ എന്തെങ്കിലും ഫോർമുലയുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഫോർമുല സർക്കാർ വെച്ചട്ടെ. അപ്പോ അന്ന് കളക്ടർ പറഞ്ഞൊരു നിർദ്ദേശമാണ് ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഇപ്പൊ ലഭിക്കുന്ന തുകയുടെക്കാൾ 50% അധികം താൽക്കാലികമായി 27-ാം തീയതി വരെ ഒരു ഇൻട്രീം കിട്ടിയാൽ നിങ്ങൾക്ക് ഈ സമരത്തിന് പിൻവലിക്കാൻ തയ്യാറാവുമോ എന്ന് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇത്തരത്തിലൊരു ഇൻട്രീം നൽകാൻ തയ്യാറായ മാനേജ്മെന്റ് തയ്യാറാവുകയാണെങ്കിൽ അവർ 27-ാം തീയതി വരുന്ന യോഗത്തിൽ അവർ തീർച്ചയായിട്ടും ഒരു ശമ്പള പ്രഖ്യാപനത്തിന് തയ്യാറാകും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇൻട്രീം ജാസ്മിൻ ഷാ, അതായത് സർക്കാർ, അതായത് വി എസ് സുനിൽകുമാർ നിങ്ങളുമായി കണ്ട് ചർച്ച നടത്തി 27-ന് ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതുവരെ നിങ്ങൾ ക്ഷമിക്കാതിരുന്നത്? അതായത് ഹസൻ കോയ പറയുന്നത് പോലെ ഈ കാറ്റുള്ളപ്പം തൂറ്റുക എന്ന രീതിയിൽ ഈ പനി വർദ്ധിച്ചപ്പോഴുള്ള സമ്മർദ്ദത്തിനാണ് അത് എന്ന് 27 വരെ കാത്തിരുന്നുകൂടെ എന്ന്. ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. കാരണം അത് സർക്കാർ വിളിച്ചൊരു ചർച്ച, അതൊരു മിനിമം വേജസ് കമ്മിറ്റിയുടെ ഒരു സാധാരണ യോഗം മാത്രമാണ്. മിനിമം വേജസ് കമ്മിറ്റി കഴിഞ്ഞ ജൂൺ 15 ഈ സമര നോട്ടീസ് ഞങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഏപ്രിൽ 1-ന് കൊടുത്തതാ. ഏപ്രിൽ 1-ന് കൊടുത്തിട്ട് ഈ അതിനുശേഷം മെയ് 29 അതിനുശേഷം ജൂൺ 15-ന് യോഗം നടക്കാൻ പറഞ്ഞപ്പോ അന്നും ഈ മാനേജ്മെന്റിനോട് ഞങ്ങൾ അന്ന് പ്രഖ്യാപിക്കാം. ഇപ്പൊ ഈ ജൂൺ 27-ന് എന്താണ് കഴിഞ്ഞ യോഗം ജൂൺ 15-ന് നടന്ന യോഗത്തിൽ തീരുമാനിച്ചത്? രണ്ടു കൂട്ടരും ഒരു സമവായത്തിന് ഒരു ഫോർമുല ഉണ്ടാക്കി കൊണ്ടുവരിക. സർക്കാരിന് ഒരിക്കലും ശമ്പളം നേരിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. ഇത് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഈ ശമ്പളം അത് മന്ത്രി പറയുകയും ചെയ്തതാണ്. ജാസ്മിൻ ഷാ, ഒരു കാര്യം കൂടി ജാസ്മിൻ ഷാ, അതായത് പല ആശുപത്രികളും ഇപ്പോൾ നേഴ്സുമാരുടെ ആവശ്യത്തിനനുസരിച്ച് കരാറിൽ ഒപ്പിടുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ദയ ആണെന്ന് തോന്നുന്നു, ദയ അടക്കം എന്ന് കേൾക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ സമരം പിൻവലിച്ചാൽ അതുകൂടി നടപ്പാകാതെ പോകും, കരാറിൽ ഒപ്പിട്ട്, ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നു. ഇപ്പൊ അതാ പറയാം, ഇവർക്ക് മാനേജ്മെന്റ് അസോസിയേഷൻ ഒന്നിച്ച് ആണ് കളക്ടർ ചർച്ചകൾ വിളിച്ചത്. അന്ന് ഇവർ ഒരു അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഒരു തുക, ഒരു രൂപ പോലും ഞങ്ങൾക്ക് കൂട്ടാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. പക്ഷെ അതിനുശേഷം സർക്കാർ വളരെ ശക്തമായ നിലപാടിലേക്കാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്നു, സമരക്കാർക്കൊപ്പമാണ്. കൃഷി വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്നു, നഴ്സുമാർക്കൊപ്പമാണ്. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞു ഞങ്ങൾ ആശുപത്രി ജീവനക്കാർക്കൊപ്പമാണ് എന്നുള്ള നിലപാട്. കെ ശൈലജ ടീച്ചറും TP രാമകൃഷ്ണനും ഒക്കെ പറഞ്ഞു സമരത്തിനൊപ്പമാണ്. നിങ്ങൾ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓർമ്മയുണ്ട്. പക്ഷെ ഒരു കാര്യം, സർക്കാർ നേഴ്സുമാർക്ക് സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ, ഒരേ കൂലി ഒരേ ജോലി ഒരേ കൂലി, ഇതുമായി ബന്ധപ്പെട്ടൊരു വാദം. അതായത് സർക്കാർ ജീവനക്കാരായ നേഴ്സുമാർക്ക് എത്ര തുകയാണ് സാധാരണഗതിയിൽ ലഭിക്കുക? സർക്കാർ നേഴ്സുമാർ ഒരു ജോലിക്ക് വരുമ്പോൾ എൻട്രി കാഡറിൽ അവർക്ക് കിട്ടുന്നത് 32,000 രൂപയാണ് ശമ്പളം. 32,000 രൂപ ഒരു ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ നേഴ്സിന് കിട്ടുമ്പോൾ 34,000 രൂപ ഒരു BSc നേഴ്സിന് കിട്ടും. അപ്പൊ ഈ ശമ്പളം നൽകണമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സമിതി, കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ ഒരു നിർദ്ദേശം. ഞങ്ങൾ പറയുന്നത് അന്ന് സുപ്രീം കോടതി പറഞ്ഞതും ഒരു രോഗി പനിയുമായിട്ട് സർക്കാർ ആശുപത്രിയിൽ പോയാൽ അതേ രോഗി സ്വകാര്യ ആശുപത്രി വരുമ്പോൾ അദ്ദേഹം പനി തന്നെയാണ്, അവരെ ചികിത്സിക്കുന്ന ഒരേ ആളുകൾ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കും, ഒരു സിറിഞ്ചിന് വെറും 8 രൂപയായി. അതാണ് ജാസ്മിൻ ഷാ തുടരൂ. ഹസൻ കോയ തങ്ങളിലേക്ക്. ശ്രീ ഹസൻ കോയ തങ്ങൾ, ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഒരേ തൊഴിൽ ഒരേ കൂലി, അതാണ് ആവശ്യപ്പെടുന്നതെന്ന്. പനിയുമായി സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാലും നിങ്ങൾ വലിയ നെടുങ്കണ്ടൻ
ബില്ല് കൊടുക്കുകയൊക്കെ ചെയ്യും. ഡോക്ടർമാർക്ക് നിങ്ങൾ കൃത്യമായി പണം നൽകി അവരെ പിടിച്ചു നിർത്താൻ നോക്കും. ഈ പാവങ്ങളോട് മാത്രം നടക്കില്ല. ഇത് കേരളമാണ്. ഇതാണ് അവരുടെ സന്ദേശം. ഹസൻ കോയ. ആദ്യമായിട്ട് അവർ സാലറി പറഞ്ഞത് ബേസിക് പേ മാത്രം പറഞ്ഞു നിർത്തിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജാസ്മിൻ ഷാ സാലറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ജി എൻ എം നഴ്സിന്റെയും അതേപോലെ തന്നെ BSc ഡിഗ്രി കഴിഞ്ഞ നഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞവരുടെയും ബേസിക് പേ മാത്രം പറഞ്ഞ് അവിടെ 2000 സംതിങ് കൊടുക്കുന്ന DA കുറിച്ചോ അല്ലെങ്കിൽ അതാത് ആശുപത്രികളുടെ കാറ്റഗറി അനുസരിച്ച് കൊടുക്കുന്ന മറ്റേ അധിക അലവൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പെഷ്യൽ അലവൻസ് എന്നുള്ള രീതിയിൽ നഴ്സസിന് വേണ്ടി മാത്രം കൊടുക്കുന്ന 500 രൂപയെ കുറിച്ചൊന്നും പറഞ്ഞതായി കാണുന്നില്ല. ഏകദേശം 13,000-14,000 രൂപ മിനിമം വേജ് ആക്ട് പ്രകാരം സാലറി വാങ്ങുന്ന നഴ്സസ് ഇന്ന് കേരളത്തിലുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ട PF-ന്റെ വിഹിതം, ESI വിഹിതം, അതേപോലെ തന്നെ ബോണസ് പോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു BSc കഴിഞ്ഞ ഒരു നഴ്സിന് 20,000 രൂപക്ക് മുകളിൽ ഇന്ന് തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ചെലവ് വരുന്നുണ്ട്. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബേസിക് പേ മാത്രം പറയുന്നത്. ചെലവ് വരുന്നുണ്ടെന്നല്ല, അവർക്ക് അവരുടെ വിയർപ്പിനുള്ള അധ്വാനമായി നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതിന്റെ ഇരട്ടി ലാഭം നിങ്ങൾ എടുക്കുമ്പോൾ. ശ്രീ ഹസൻ കോയ, ഞാൻ ഇടപെടുകയാണ്. ഹസൻ കോയ, നമുക്ക് ഹാരിസ് മണൽപ്പുറത്തിലേക്ക് തന്നെ പോകാം. ഹാരിസ് മണൽപ്പുറം, നിങ്ങൾ കള്ളം പറയുകയാണോ? 20,000 രൂപ വരെ കിട്ടാതെ ബേസിക് മാത്രം പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ വഞ്ചിക്കുകയാണ് നിങ്ങൾ, ജനങ്ങളെയും പൊതുസമൂഹത്തെയും ഒക്കെ. ഇതാണ് വാദം നിരത്തിയത് ഹസൻ കോയ തങ്ങൾ. ഇതിൽ ഹസൻ കോയ തങ്ങൾ ഇത് ഈ ചാനൽ ചർച്ചയിൽ ആദ്യം മുതൽ സ്വീകരിക്കുന്ന ഒരു നിലപാട് പച്ചക്കള്ളം പറയുക എന്നുള്ള നിലപാടാണ്. ആതുര സേവനം എന്ന പേരിൽ ആതുര കൊള്ളയാണ് ഇവർ നടത്തുന്നത്. ആ ആതുര കൊള്ളയുടെ തലവനായിട്ട് ഹുസൈൻ കോയ തങ്ങൾ അധംപതിച്ചു എന്നാണ് തുടർച്ചയായിട്ട് വരുന്ന ചാനലിൽ നിന്ന് UN മനസ്സിലാക്കുന്നത്. തുടർച്ചയായിട്ടുള്ള കള്ളങ്ങൾ, ഇതുകൊണ്ട് പച്ചക്കള്ളങ്ങൾ നിരത്തി കേരളത്തിലെ പൊതുജനങ്ങളെ ഇവർക്ക് പറ്റിക്കാൻ സാധിക്കില്ല. നേരത്തെ തന്നെ ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു കോടതി ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെന്ന്. നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, നേഴ്സുമാർക്ക് എന്ന് ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ കോടതിയെ സമീപിക്കും. എന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് പറയും നേഴ്സുമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഇരട്ടമുഖമാണ് ഇവർ കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇവർ വെളിപ്പെടുത്തുന്നത്. നമ്മൾ തിരിച്ചറിയണം ഇവരുടെ കപടമുഖം. കാരണം കഴിഞ്ഞ ഈ ചർച്ച, ഈ സമരത്തിലേക്ക് പോയത് തന്നെ കഴിഞ്ഞ ചർച്ച, ഗവൺമെൻറ് തലത്തിൽ നടന്ന ചർച്ച മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഇവരെ പോലെയുള്ളവരുടെ കടും പിടുത്തത്തിലാണ് ചർച്ച അലസിപ്പോയത്. നമ്മൾ UN തികച്ചും പ്രതീക്ഷയോടെ ഈ ഗവൺമെൻറ് ഈ ചർച്ചയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ UN വളരെ പ്രതീക്ഷയോടെയാണ് പോയത്. ഈ ഗവൺമെൻറ് സാലറി വർദ്ധിപ്പിക്കാമെന്ന് ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ട് പോലും മാനേജ്മെൻറ്റുകളുടെ കടുംപിടുത്തം കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ആ ചർച്ച അന്ന് അലസി പിരിയാൻ കാരണം ഉണ്ടായത്. അതിനെ തുടർന്നാണ് UN സമരം പ്രഖ്യാപിച്ചത്. ഇദ്ദേഹം പറയുന്നുണ്ട് പനിയുടെ കാര്യം പറയുന്നുണ്ട്. ഇല്ലേ, പനിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ പാവപ്പെട്ട ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. കഴുത്തറക്കുന്ന നിലപാടല്ല ഇവിടെയുള്ള പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് സ്വകാര്യ മാനേജ്മെൻറ്റ് ലോബികൾ മേടിച്ചെടുക്കുന്നത്. ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ ആവശ്യമില്ലാത്ത ലാബ് ടെസ്റ്റുകൾക്ക് 1000 രൂപയും ആവശ്യമില്ലാതെ സ്കാനിങ്ങും ആവശ്യമില്ലാതെ ടെസ്റ്റുകളുമായിട്ട് കഴുത്തിറക്കുന്ന നിലപാടുകളല്ലേ സ്വകാര്യ ഇതുപോലെ ഹോസ്പിറ്റൽ അധികാരികൾ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. എത്ര ലക്ഷം രൂപയാണ് ഒരു സർജറിയുടെ പേരിൽ സ്വകാര്യ ഹോസ്പിറ്റലുകൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത്. പാവപ്പെട്ട നഴ്സുമാർ ഇവിടെ ശമ്പളം ചോദിക്കുമ്പോൾ ഞങ്ങൾ ശമ്പളം കൂട്ടിത്തരാൻ പറയുമ്പോൾ മാത്രം ഇവർക്ക് ജനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഇവരുടെ നിലപാട് നമ്മൾ തുറന്നു കാണിക്കുകയാണ്. UN ഞങ്ങൾക്ക് പറയാനുള്ളത് തൃശ്ശൂർ ഈ ബേസിക് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. 20,000 രൂപയോളം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നൽകേണ്ടി വരുന്നുണ്ട് എന്നാണ് ഹസൻ കോയ തങ്ങൾ പറഞ്ഞത്. അതിൽ കള്ളമുണ്ടോ? ഇത് പച്ചക്കള്ളാണ്. ഞാൻ പറഞ്ഞില്ലേ, ആതുര സേവനം എന്ന രീതിയിൽ ഇവർ ആതുര കൊള്ള നടത്തുന്നവർ പച്ചക്കള്ളമാണ് പ്രചരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരാൾ വിശ്വസിക്കുക 20,000 രൂപ തരുന്നുണ്ടെന്നുള്ള കാര്യം ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ 10,000 രൂപയിൽ എല്ലാം കൂട്ടിക്കഴിച്ചാൽ 10,000 റൗണ്ട് ചെയ്താൽ 9,250 രൂപയേ ഉള്ളൂ. എങ്കിലും പറയാനുള്ള കേരളത്തിൽ ഒരാശുപത്രി കാണിച്ചു തരാൻ പറ്റുമോ? എന്ത് അസംബന്ധം പറയുന്നത്?
നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. ആതിര കൊള്ള നടത്തുന്നവരെ ഇവരുടെ ലാഭക്കണ്ണുകൾ കൊണ്ട് കൊള്ളത്തലവന്മാരെ പോലെ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇവർ കാശ് മേടിച്ചെടുക്കുക. ആ കൊള്ളത്തലവന്മാരുടെ ആ നിലപാട് വെച്ചുകൊണ്ട് കേരളത്തിലെ നഴ്സുമാരുടെ ആത്മാഭിമാനം അളക്കുവാനല്ലേ ഇവർ നമ്മുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നഴ്സിംഗ് സംഘടനയെ അതുപോലെ കേരളത്തിലുള്ള നഴ്സുമാരെ ഇവർ ഇതുപോലെ കളിയാക്കുന്നത്, അപഹസിക്കുന്നത്. ശ്രീ ഹസൻ കോയ തങ്ങൾ ഞങ്ങൾ പറയുന്നത് മാന്യമായിട്ട് ശമ്പളം പ്രഖ്യാപിക്കുക, അന്തസ്സോടെ പ്രഖ്യാപിക്കുക, അന്തസ് കാണിക്കണം. ശ്രീ ഹസൻ കോയ തങ്ങൾ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി നൽകണമെന്ന് പറഞ്ഞ മഹത് വചനങ്ങളുണ്ട് ഇവിടെ. അത് പറഞ്ഞ മഹാനെയും നിങ്ങൾക്കറിയാം. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സമീപനം വേദനയോടുകൂടിയാണ് ഈ ചെറുപ്പക്കാർ പറയുന്നത്. അവർ ചെയ്യുന്ന ജോലി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ രോഗം ബാധിക്കാൻ സാധ്യതയുള്ളവർ കൂടിയാണ് അവർ. എന്നിട്ടും അവർക്ക് ആവശ്യമായ തുക പോലും നൽകുന്നില്ലേ? എന്നിട്ട് കള്ളം പറയുകയാണ്, കോടതിയിലേക്ക് പോകുന്നു. ഇതൊക്കെ എന്തിനാണ് ഈ പാവങ്ങളെ പീഡിപ്പിക്കുന്നത്? നഷ്ടമാണോ നിങ്ങളുടെ ബിസിനസ് ഇവർക്ക് കൂലി കൂട്ടിക്കൊടുത്താൽ? സത്യം പറഞ്ഞാൽ അവർക്ക് പൊള്ളും. അവർ ഇന്ന് കേരളത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ചെറിയ തോതിലുള്ള സാലറി വാങ്ങുന്ന ആളുകളായിട്ടാണ്. ഞാൻ പറയുന്നു, മറ്റുള്ള മേഖലകളിലൊക്കെ മിനിമം വേജസ് ഇല്ലേ? ഹെൽത്ത് കെയറിൽ ഈ നഴ്സുമാർ മാത്രമല്ലല്ലോ, കേരളത്തിൽ മറ്റുള്ള മേഖലകളിലൊക്കെ ജീവിക്കുന്ന ജീവനക്കാർക്ക് 72ഓളം മേഖലകളിൽ ഷെഡ്യൂൾ എംപ്ലോയ്മെന്റുകളിൽ മിനിമം വേജസ് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയുള്ളൊക്കെ വേതനങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വേതനം ഒട്ടും കുറവല്ല. ഞാൻ പറയട്ടെ, നേരത്തെ ജാസ്മിൻ ഷെത്തനെ പറഞ്ഞു 9700 പരം രൂപ ബേസിക് പേ ആയി ലഭിക്കുന്നുണ്ട് എന്ന്. 2500 മുകളിൽ രൂപ ഡി ആയി ലഭിക്കുന്നില്ലേ? ഇല്ല എങ്കിൽ അവർ പറയട്ടെ. 500 രൂപ സ്പെഷ്യൽ അലവൻസ് എന്നുള്ള രീതിയിൽ 100 ബെഡിന് മുകളിലുള്ള സ്ഥാപനങ്ങളിൽ ലഭിക്കുന്നില്ലേ? നഴ്സസിന് വേണ്ടി മാത്രം ലഭിക്കുന്നില്ലേ? അവർക്ക് ബോണസ് ലഭിക്കുന്നില്ലേ? അങ്ങനെ ഈ PF ലഭിക്കുന്നില്ല അവർക്ക്. അവരുടെ വിഹിതം 12% PF ചോദിക്കട്ടെ, ഈ തുച്ഛമായ കാര്യങ്ങൾ വെച്ചിട്ട് അലവൻസ് പറയുന്നു. PF ഞങ്ങളല്ല അടക്കുന്നത്. 4.75%. ഒരു കാര്യം ചോദിക്കട്ടെ ഹുസൈൻ കോയ തങ്ങൾ, താങ്കളോട് ചോദ്യം. ഹുസൈൻ കോയ തങ്ങൾ, ഒരു കാര്യം ചോദിക്കട്ടെ. 10,000-12,000 ശമ്പളം മേടിക്കുന്ന നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റൽ ഫീസ് എന്നും പറഞ്ഞ് 6,000 രൂപയോളം മേടിക്കുന്ന സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളുണ്ട് ഇവിടെ. ഈ അലവൻസ് എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ ഇന്ന് തിരിച്ചു മേടിക്കുക. 12,000 ശമ്പളം നിയമാനുസൃതം നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. നിയമാനുസൃതം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് തങ്ങളെ കിട്ടിയിരിക്കുന്നത്? ഞങ്ങൾക്ക് UN എന്നുള്ള സംഘടനയുള്ളതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു മേടിച്ചത്. നിയമാനുസൃതമല്ലാതെ നിങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ നിരന്തരമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോടും അതുപോലെയുള്ള നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാം ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും വിളിച്ചു പറയലല്ല ഇതിനുള്ള മാർഗം. ഹോസ്പിറ്റൽ മാനേജ്മെന്റും നിങ്ങളുടെ വിഹിതവും എല്ലാം കണക്കിലാക്കി ഒരു നഴ്സ്, BSc നഴ്സിനെ അവിടെ നിന്ന് സാലറി ലഭിക്കുന്നത് ഏകദേശം 20,000 രൂപയോളം. BSc നോക്കൂ. വിശുദ്ധ മാസത്തിൽ വന്നിട്ട് ഒരു വിശുദ്ധ മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് കള്ളം പറയുന്നത്. കേരള പൊതുസമൂഹത്തിനോട് കള്ളം പറയുന്നത്. വെറുതെ എന്തെങ്കിലും ചാനലിൽ കയറി വന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ കള്ളം പറയുന്നതാണ് എങ്കിൽ അന്ന് ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്ന കാര്യത്തിന് ബേസ് ആയിക്കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതേ സമയത്ത് നിങ്ങൾ നാളെ ചർച്ച വിളിക്കൂ. ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് ഹാജരാക്കേണ്ടത് നിങ്ങൾ പറയുന്നു. തീർച്ചയായും വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഷിജുഖാനിലേക്ക് എത്താൻ താമസിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് വലിയ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ തുകയെ സംബന്ധിച്ച് ഇപ്പോൾ ഹസൻ കോയ തങ്ങൾ പറയുന്നു അത് കള്ളമാണെന്ന് പറയുന്നു. നമ്മുടെ അറിവിൽ, അന്വേഷണത്തിൽ നിങ്ങളൊക്കെ ഇവിടെ പൊതുപ്രവർത്തകരായി ഉണ്ടല്ലോ. ഹസൻ കോയ തങ്ങളും കേരളത്തിലെ നഴ്സസ് മാനേജ്മെൻറ്റുകളുടെ ഭാഗമായി, ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ ഭാഗമായി നിൽക്കുന്നവർ പറയുന്നതും ശരിയല്ല. അത് വസ്തുതാ വിരുദ്ധമാണ്. കാരണം കേരളത്തിലെ നഴ്സുമാർ അവരുടെ ഗുണനിലവാരത്തിൽ, അവരുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട കഴിവുകളുടെ കാര്യത്തിൽ ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്നവരാണ്. അത് യൂറോപ്പിലായാലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലായാലും കേരളത്തിൽ നിന്ന് പോകുന്ന നഴ്സുമാരുടെ ഗുണനിലവാരം വളരെ ഉയർന്നതാണ്. സ്വാഭാവികമായും അവർ കേരളത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് നഴ്സുമാരുണ്ട്. അവർക്ക് അടിസ്ഥാന ശമ്പളം കൊടുക്കാതെ
അവരെ ചൂഷണം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവരെ തൊഴിൽ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നത്, ഒന്നാമത്തെ കാര്യം. പക്ഷേ നമ്മൾ അതെല്ലാം സൂചിപ്പിക്കുമ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യം കേരളത്തിൽ പിന്നെ രോഗികൾ, കേരളത്തിലെ സാധാരണക്കാർ ആദിവ്യാധികളുടെ പകർച്ചവ്യാധികളുടെ നടുവിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ കേരളത്തിലെ ആശുപത്രികളിലേക്ക് ആളുകളുടെ നെട്ടോട്ടമാണ്. ഒന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധം ആശുപത്രികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ ആശുപത്രിയും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നമ്മുടെ ആരോഗ്യ പരിചരണ സംവിധാനത്തെ നിലനിർത്തുന്നത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികൾ പോലെ സ്വകാര്യ ആശുപത്രികളും അവരവരുടെ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമരം ഉണ്ടായി വരുന്ന സാഹചര്യം വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട്. കാരണം രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഇതൊരു ജീവൻ മരണ കളിയാണ്. കാരണം വളരെ അടിയന്തരമായി പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ അവർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ശ്രീ അജിംഷാദ്, നമ്മൾ കൈരളി ഈ സമരത്തെ വളരെയധികം ശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുണയ്ക്കുന്നു, ഇന്നും പിന്തുണയ്ക്കുന്നു, അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ഇതൊരു ജീവൻ മരണ കളിയാണ്. നമ്മുടെ ജനങ്ങൾ, നമ്മുടെ രോഗികൾ, പാവപ്പെട്ട ആളുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കുക തന്നെ വേണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ട്, നമ്മുടെ ആശുപത്രി മാനേജ്മെൻറ്റുകൾ അവർ മനസ്സിലാക്കേണ്ടത് ഈ ആശുപത്രികളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർമാരെ മാത്രം വെച്ചല്ല, ലബോറട്ടറി ജീവനക്കാരെ മാത്രം വെച്ചല്ല, നഴ്സുമാർ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ ആശുപത്രികളെ നിങ്ങളുടെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ ഇത്ര തഴച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമുള്ളതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് മാത്രമല്ല, ലോകോത്തര നിലവാരമുള്ള ഗുണനിലവാരമുള്ള നഴ്സുമാരാണ് നിങ്ങളുടെ ഈ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നത്. അവരെ തെരുവിലിറക്കി വിടുന്ന അവസ്ഥ നിങ്ങൾ സ്വീകരിക്കരുത്, അത് ശരിയല്ല. പിന്നെ 20,000-ന്റെ കണക്കൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ സമരത്തെയൊക്കെ പരിഹസിക്കുന്നത് അങ്ങേയറ്റം നിങ്ങൾ നെഞ്ചി കൈവച്ചുകൊണ്ട് പറയണം. 20,000 രൂപ കിട്ടുന്ന നഴ്സുമാരാണോ? നമുക്കറിയാവുന്ന എത്രയോ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ആളുകൾ, അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വേതനം, ശമ്പളമാണ്. അത് അടിയന്തരമായി സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം. പക്ഷേ ഈ സമരവുമായി, പ്രത്യേകിച്ചും ഈ പകർച്ചപ്പനികളുടെയൊക്കെ ഒരു കാലത്ത് സമരവുമായി മുന്നോട്ട് പോയി ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. രണ്ട്, സമരത്തിൻ്റെ സ്വീകാര്യത ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വേളയിൽ കുറയും എന്നുള്ള ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൂടി സമരത്തിൻ്റെ സംഘാടകരായിട്ടുള്ളവർ ഓർമ്മിക്കണം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒക്കെ ഗവൺമെൻറ്റും ഒക്കെ നിങ്ങളുടെ പ്രശ്നത്തെ, സമരത്തിൻ്റെ കാരണത്തെ വളരെ ഗൗരവപൂർവ്വം ഉൾക്കൊള്ളുന്നവരാണ്. അത് സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പോലുമാണ് കെ ശൈലജ ടീച്ചർ അന്ന് പീപ്പിൾ ടിവിയോട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറഞ്ഞത്. തീർച്ചയായും സർക്കാർ ഇടപെടേണ്ടേ. ഒരു സ്വകാര്യ മേഖലയിലേക്ക് പലവിധ പരിമിതി ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു ജനത ആതുരാലയങ്ങളിൽ ആടുജീവിതം നയിക്കുമ്പോൾ ഇനി പരിഷ്കൃത കേരളത്തിന് അത് വെച്ചു പൊറുപ്പിക്കാനാവില്ല. തീർച്ചയായും ഷിജു ഖാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും ഹാരിസ് മണൽപ്പുറം, അതായത് ജാസ്മിൻ ഷായും താങ്കളും ഒക്കെ സൂചിപ്പിച്ച കാര്യം ഏറ്റവും അനിവാര്യമായി മനസ്സിലാക്കുന്ന പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധീകരണം കൂടി ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നടത്തുകയാണ്. ഒരു പക്ഷേ ഏറ്റവും അനിവാര്യമായ കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ആഴം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൈകളിൽ കൂടിയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ. ആ അർത്ഥത്തിൽ നിങ്ങൾ സംതൃപ്തരാകേണ്ടതുണ്ട്. USA-യിലും UAE-യിലും ഒക്കെ നിങ്ങൾക്ക് വലിയ ശമ്പളത്തിൽ നിങ്ങളെ എടുക്കുമെങ്കിൽ അതേ സേവനം തന്നെ ഇവിടെ ചെയ്യുമ്പോൾ കൊള്ള ലാഭം ഇവിടുന്ന് മാനേജ്മെൻറ്റുകൾ നേടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതമെങ്കിലും നിങ്ങൾക്ക് ആനുപാതികമായി ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവിടെ ഈ പനിയുടെ കാലഘട്ടത്തിൽ നേരത്തെ ഷിജു ഖാൻ പറഞ്ഞു, ശരിയാണ്, ഓരോ സർക്കാർ ആശുപത്രി മാത്രമല്ല എല്ലാ സ്വകാര്യ ആശുപത്രികളും നിറഞ്ഞു കവിയുകയാണ്, കിടക്കകളില്ല, തിരിച്ചുവിടുകയാണ് പല രോഗികളെയും. ഈ അവസ്ഥയിൽ നിങ്ങളിത് ചെയ്താൽ ജനകീയ വികാരം നിങ്ങൾക്കെതിരാവുകയും അത് മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം സമരം നിർത്താനുള്ള സമ്മർദ്ദമായി നിങ്ങളിലേക്ക് രൂപപ്പെടുകയും ചെയ്യില്ലേ? അതുകൊണ്ട് ഈ കാലം ഒന്ന് മാറ്റിപ്പിടിക്കണ്ടേ? അതൊരു ന്യായമായ കാര്യമല്ലേ ഹാരിസ്? ഇതിനകത്ത് നമുക്ക് UN-ക്ക് പറയാനുള്ളത്, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം, ഞങ്ങളൊരു സുപ്രഭാതത്തിലല്ല സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ജാസ്മിൻ ഷാ പറഞ്ഞ പോലെ 2016 ഞങ്ങൾക്ക് കിട്ടേണ്ട മിനിമം വേജസിന് വേണ്ടിയിട്ട് അന്ന് തൊട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 2016 മുതൽ 2016 തൊട്ട് 2017 അവസാനമായിട്ടും മിനിമം വേജസ് പുതുക്കിയ മിനിമം വേജസ് വരാതിരിക്കുവാനുള്ള കാരണം സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളുടെ പിടിവാശി മാത്രമാണ്. നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ സ്ട്രൈക്ക് നോട്ടീസ് കൊടുത്തത്.
ഏപ്രിൽ മാസത്തിൽ സ്ട്രൈക്ക് നോട്ടീസ് എത്രയോ സമയങ്ങളുണ്ടായിരുന്നു, എത്രയോ ചർച്ചകളുണ്ടായിരുന്നു. ശരിക്കും കേരളത്തിലെ പൊതുജനങ്ങളെ ചുറ്റിച്ചത് ആരാണ്? ഇവിടുത്തെ നേഴ്സുമാരാണോ? ഇവിടുത്തെ സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളാണ് നേഴ്സുമാർക്കെതിരെ തിരിച്ചുവിടുവാൻ, ജനരോഷം തിരിച്ചുവിടുവാൻ വേണ്ടി സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ ഓൺലൈൻ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിലക്കെടുത്തുകൊണ്ട് നേഴ്സുമാർക്കെതിരെ എഴുതി. പനിക്കാലത്ത് സമരം നടത്തിയാൽ നേഴ്സുമാർക്കെതിരാവുന്നു. എന്നാൽ കേരളത്തിലെ പൊതുസമൂഹം എന്താ ചെയ്തത്? കേരളത്തിലെ പൊതുസമൂഹം നേഴ്സിംഗ് സമരം കൊണ്ട് കേരളത്തിലെ നേഴ്സുമാർ ചെയ്യുന്ന സമരം ഇവിടെ ചാനലിലിരുന്ന് സംസാരിച്ച ഷിജു ഖാൻ സഖാവ് ഉൾപ്പെടെയുള്ള മന്ത്രി, ഇന്നലെ സംസാരിച്ച സുനിൽ കുമാർ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ മുഴുവൻ പേര് നേഴ്സിംഗ് സമരം ഈ സമയത്ത്, അതായത് നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ മാനേജ്മെൻറ്റ് ധിക്കാരപരമായ നിലപാടിനെ തുടർന്ന് അലസിപ്പിരിഞ്ഞതുകൊണ്ട് നമ്മൾ തുടർന്ന് പ്രഖ്യാപിച്ച് സമരത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ പൊതുസമൂഹവും ജനങ്ങളും പിന്തുണയ്ക്കുക ചെയ്തത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ തൃശ്ശൂരിലെ 7 സ്ഥലങ്ങളിലാണ് ആംബുലൻസ് തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങളുടെ നേഴ്സിംഗ് സ്റ്റാഫുകളെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടുവാനായിട്ട് UNAയുടെ നമ്പറുണ്ട്. നേഴ്സ് ഏതെങ്കിലും രോഗികൾക്ക് എമർജൻസിയിലോ കാര്യങ്ങളിലോ ബുദ്ധിമുട്ട് വരുവാൻ ഞങ്ങൾ UN സമ്മതിക്കില്ല. എല്ലാ ഹോസ്പിറ്റലുകളുടെയും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വിദഗ്ധമായ ചികിത്സ കൊടുക്കുവാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു മുട്ട ന്യായം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഒരു സമരം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാത്രം കോടതിയിലേക്ക് പോകുന്നു, അവർക്ക് കൂലി കൂട്ടി കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ വിധത്തിൽ നോക്കൂ, ഏപ്രിൽ അവർ സ്ട്രൈക്ക് നോട്ടീസ് നൽകിയതാണ്. നിങ്ങൾ ഇതുവരെ പരിഹരിക്കാതിരുന്നിട്ട് ഇപ്പോൾ പനിയുടെ കാര്യം പറഞ്ഞ് അവർക്ക് മേൽ സമ്മർദ്ദം കൂടി ചെലുത്തുന്നത് ശരിയാണോ? അതായത് സർക്കാർ സംവിധാനങ്ങളാകട്ടെ പൊതുമേഖലയിലുള്ളവരാകട്ടെ ഇവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ നേഴ്സുമാരുടെ ആവശ്യം ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് മൂർത്തമായി. ഹസൻ കോയ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ചയാണ്, അല്ലെങ്കിൽ എന്ത് പിടിവാശിയാണ്, അല്ലെങ്കിൽ എന്ത് കാലതാമസമാണ് വന്നിട്ടുള്ളത്? ഇവിടെ മിനിമം വേജസ് ആക്ട് പ്രകാരം മിനിമം വേജ് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ആശുപത്രി മാനേജ്മെന്റ് അല്ല, ഗവൺമെന്റ് ആണ്. സർക്കാർ ഒരു കമ്മിറ്റി 2014 രൂപീകരിച്ചു. ഇവർ പറഞ്ഞു 2016 അവർക്ക് ലഭിക്കേണ്ട വേതനമെന്ന്. ഒരിക്കലും 2016 ഇടപെടലുകൾ കൂടി അവിടെ പ്രസക്തമാവുകയാണ്. ഷിജു ഖാൻ താങ്കളോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് നിങ്ങളിങ്ങനെ മിനിമം വേജസ് കമ്മിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. നിങ്ങൾക്കിപ്പോ ഇത്തരം ആക്ടുകളെ കുറിച്ചും സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ചും, ഞാൻ പറയട്ടെ, ആക്ടിനെ കുറിച്ചും സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിന്റെ ആശുപത്രികളിലേക്കുള്ള തുക വരുന്നത്, അതുപോലെ തന്നെ ആശുപത്രികളുടെ അഡ്മിഷൻ ഫീസ്, ചികിത്സാ ഫീസ്, ഡോക്ടർമാർക്കുള്ള ഫീസ്, ഇതുൾപ്പെടെ എല്ലാം വരുന്നത് മാനേജ്മെന്റ് പക്കലാണ്. മാനേജ്മെന്റാണ് ശമ്പളം കൊടുക്കേണ്ടത്. മാനേജ്മെന്റാണ് ഈ വ്യവസായത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നത്. സ്വാഭാവികമായും ശമ്പളം നിങ്ങൾ യഥാസമയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് പ്രശ്നം. ഇത് രണ്ട് നിങ്ങൾ സുപ്രീം കോടതിയുടെ പിന്നെ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ബലരാമൻ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കോടതി വിധി കൊണ്ടുവന്നോ, അല്ലെങ്കിൽ കോടതിയുടെ ഇടക്കാലം കോടതിയുടെ നിരീക്ഷണം കൊണ്ടുവന്നോ ഒക്കെ നിങ്ങൾ അതാണ് വിധിയെന്ന് സമർത്ഥിക്കുന്നു. അത് തെറ്റാണ്. ബലരാമൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് കേരളം ആഗ്രഹിക്കുകയാണ്. സുപ്രീം കോടതി നിയോഗിച്ച പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. അത് ശമ്പള പരിഷ്കരണം കൊടുത്തു വന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ, സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ അതുപോലെ തന്നെയാണ് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന നഴ്സുമാർ. അടിസ്ഥാന യോഗ്യത ഒന്നാണ്. സ്വാഭാവികമായും അടിസ്ഥാന യോഗ്യത ഒന്നാണ്, തൊഴിലിന്റെ സ്വഭാവം ഒന്നാണ്, തൊഴിലിന്റെ സേവനവും അതിന്റെ സന്നദ്ധതയും ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ത്യാഗവും സർക്കാർ മേഖലയിലെ നഴ്സുമാർ അനുഭവിക്കുന്നത് പോലെ സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ അനുഭവിക്കുന്നു. നിങ്ങൾ അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷനാണ്. അത് തൊഴിൽപരമായിട്ടുള്ള ചൂഷണമാണ്. അത് ഇന്ത്യയിലെയോ കേരളത്തിന്റെയോ പ്രശ്നമല്ല, ലോകത്ത് തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകൾ വിലക്കിയിട്ടുണ്ട് ഈ തൊഴിൽ ചൂഷണം. ആവശ്യമായിട്ടുള്ള ശമ്പളം കൊടുക്കാതെ അവരെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗവൺമെന്റിലേക്കും മിനിമം വേജസ് കമ്മിറ്റി അതൊക്കെ തീരുമാനിക്കും, ഗവൺമെന്റിന് അറിയാം. മിനിമം വേജസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാകുമ്പോൾ നിങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുക്കാനുള്ള ഒരു സന്നദ്ധത നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. ഈ ചർച്ചയിലുടനീളം നിങ്ങളുടെ സമീപനം എന്താ?
നിങ്ങൾ ഈ സമരം ആകെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പനിയുടെ പ്രശ്നം നിങ്ങൾ പറയുന്നതിന്റെ കാരണം ഞങ്ങൾക്കറിയാം. പൊതുസമൂഹം എന്തുകൊണ്ടാണ് അത് നിരീക്ഷിക്കുന്നത്? പനിയുടെ പകർച്ചവ്യാധികളുടെ ഒരു സമയത്ത് ഇത്തരം സമരം നിർഭാഗ്യകരമാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷെ നിങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി ഇത്തരം സിദ്ധാന്തങ്ങളിലേക്ക് എത്തുന്നത് ശരിയല്ല. നിങ്ങൾ അടിസ്ഥാനപരമായി ശമ്പളം കൂട്ടിക്കൊടുക്കണം. സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ബലരാമൻ കമ്മിറ്റിയുടെയും ഒക്കെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിങ്ങളൊരു സന്നദ്ധത പ്രകടിപ്പിക്കണം. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു, നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, മജീദിയ വ്യാജ് ബോർഡ് അനുസരിച്ചുള്ള ശമ്പളം കൊടുക്കണമെന്ന് ഇന്നലെ കൂടി സുപ്രീം കോടതി പറഞ്ഞു. സ്വാഭാവികമായും തൊഴിലെടുക്കുന്നവർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കണം. നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് ഇത്തരം ആളുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ കാരണക്കാരായിട്ടുള്ള ആളുകൾ അതിന് ശരിയായ ശമ്പളം കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുക, അത്തരം ഒരു സമീപനം നിങ്ങൾ മാറ്റണം. അതുപോലെ നമ്മുടെ നഴ്സുമാര് അവരെ ഇങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ 27-ാം തീയതി ചർച്ച വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു പരിഗണന അക്കാര്യത്തിൽ ഉണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്നെങ്കിലും നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം. അസൻകോയ, അതായത് ഷിജു ഖാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങളൊക്കെ സർക്കാരിന്റെ മേൽ ചായുകയും ഫീസൊക്കെ നിങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു സമീപനം വളരെ തന്ത്രപരമായി താങ്കൾ സ്വീകരിച്ചു. അങ്ങനെയാണ് എങ്കിൽ 27-ാം തീയതി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഇത്തരത്തിലൊരു തീരുമാനമെത്തിയാൽ നിങ്ങളുടെ നിലപാട് എന്താകും ശ്രീ ഹസൻ കോയ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഴ്സുമാരുടെ സാലറി, ആശുപത്രി ജീവനക്കാരുടെ സാലറി വർധനവിന് ഞങ്ങൾ ഒരിക്കലും പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് 2013 വേജ് റിവിഷൻ വരുന്ന സമയത്ത് പോസിറ്റീവായിട്ടാണ് ഞങ്ങളത് പ്രതികരിച്ചിട്ടുള്ളത്. 2016 ജിയോ വന്ന് അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും അതിനനുസരിച്ച് പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ 15-ാം തീയതി ചർച്ച ചെയ്ത് തീരുമാനം ആവാതെ വന്ന സമയത്ത് 27-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 27-ാം തീയതിയിലെ ചർച്ച കാത്തിരിക്കാതെ ഒരു സമരം നടത്തിയ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം തീർക്കുന്നതിന് വേണ്ടി നാളെ മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊന്നും ഇതിനോട് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന ആളുകളല്ല. അവരുടെ സാലറി വർധനവിന് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് കൊണ്ടുള്ള സ്ഥാനവർദ്ധനവ് ആവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൽ 70% ഹെൽത്ത് കെയറും കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളാണ്. അത് വലിയൊരു പങ്ക് ഇവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങൾ, ഒരു മിഡിൽ ക്ലാസ് സ്ഥാപനങ്ങളാണ് ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കുന്നത്. ആ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സാലറി വർധനവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വരാൻ പാടില്ല. അതാണ് ശ്രീ ഹസൻ കോയ താങ്കൾ കറങ്ങുകയാണ്. അതായത് നമുക്ക് ഒരു കാര്യം അറിയണം. അതായത് താങ്കൾ പറഞ്ഞു സർക്കാരിന്റെ കാര്യം, കോടതിയുടെ സ്റ്റേ, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊരു വലിയ യാഥാർത്ഥ്യമായി നിൽക്കുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്, ഇതും പറയുന്നു. പക്ഷെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പിൻവലിക്കണമെന്ന് ജനങ്ങളോട് നിങ്ങൾക്കും താല്പര്യമുണ്ടല്ലോ. 27-ന് സർക്കാർ ഏതാണ്ട് സമരക്കാരുടെ ഒപ്പമാണ് എന്ന സമീപനം പുറത്തെത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സർക്കാർ നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കുകയും ചെയ്യാം. അത് മുൻകൂട്ടി പറയുന്നത് ഔചിത്യമല്ല എങ്കിൽ പോലും നമുക്ക് മുൻപ് കണ്ട് പറയുന്നത് ഔചിത്യമല്ല എങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം പറയാം. അങ്ങനെ ഒരു സാലറി വർധനവ്, മാന്യമായ തുക രീതിയിലേക്ക് വർധനവുണ്ടായാൽ നിങ്ങൾ എന്തെങ്കിലും തടസ്സം മുമ്പോട്ട് വെക്കുമോ? നിങ്ങളുടെ നഷ്ടക്കണക്കുകൾ നിങ്ങൾ പറയുമോ? നോക്കൂ, 27-ാം തീയതിയിലെ ചർച്ച നമുക്ക് കാത്തിരിക്കേണ്ട. ഇനിയും 6-7 ദിവസങ്ങളുണ്ട്. നാളെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. നാളെ മുഖ്യമന്ത്രിയെ കണ്ട് അവിടുന്ന് ഒരു ധാരണ എത്തി മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയി കാണുകയാണ് ചെയ്യുന്നത്. ഈ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെയും തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഒക്കെ പിന്നിൽ കുറെ കാലമായി ഞങ്ങൾ നടക്കുന്നത്. ദേശീയ സംഘടന മാത്രമല്ല, സർക്കാരിന്റെയും നാളെ മുഖ്യമന്ത്രി അടക്കം കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി നഷ്ടക്കണക്ക് പറയാനല്ല, ഇതിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ, എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് ഷിജു ഖാൻ വീണ്ടും അടിച്ച് സർക്കാരിലേക്ക് ഇടുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. കൃത്യമായി അതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. അതായത് സർക്കാരിന് ഇതിനകത്തൊരു റോൾ ഉണ്ടെന്നും അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നതെന്നും വളരെ വിദഗ്ധമായ മാനേജ്മെന്റ് മുമ്പോട്ട് വെക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ
മറുപടി പറയും. ഒന്ന് നമ്മുടെ തൊഴിൽ തർക്കങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പും ഇതൊക്കെ ഒരു വലിയ സങ്കീർണ അവസ്ഥ എത്തിയാൽ സ്വാഭാവികമായും ഗവൺമെന്റിന് ഇടപെടേണ്ടി വരും. ഒരു സാധാരണ വ്യവസായ മേഖലയാണെങ്കിൽ പോലും ഗവൺമെന്റിന് ഇടപെടും. ഇവിടെ ഇത് ആരോഗ്യ പരിപാലനമാണ്. കാരണം ജനങ്ങളുടെ ജീവനാണ്, ജനങ്ങളുടെ ജീവനും അവൻ്റെ ശാരീരിക പ്രശ്നങ്ങളുമാണ് നമ്മുടെ ആശുപത്രികൾ കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ ആശുപത്രികളുടെ ഭാഗമായിട്ടുള്ള നഴ്സുമാർ അവരുടെ ശമ്പളം അത്തരം കാര്യങ്ങളിൽ മാനേജ്മെൻറ്റുകൾ തീരുമാനമെടുക്കണം. അത് ഗവൺമെൻറ് അക്കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധയിലുണ്ട്, ഗവൺമെൻറ് തന്നെ അതിൽ മുൻകൈ എടുക്കുകയാണ്. ഞാൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നയാളോടും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ ഭാഗമായിരിക്കുന്നവരോടും ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഡോക്ടർമാർ തന്നെ നമ്മുടെ നാട്ടിൽ സമരത്തിലേക്ക് പോയ നമ്മുടെ പൊതുസമൂഹം എതിരാണ്. കാരണം ഒരാൾ ഒരു പരിചരണം വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ഒരു ആശുപത്രി വന്നാൽ അത് കൊടുത്തില്ല. എൻ്റെ ആണെങ്കിലും അജിംഷാദിൻ്റെ ആണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ ആരാണെങ്കിലും അത് കിട്ടുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായും വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അയാളുടെ ജീവൻ പോലും അല്ലെങ്കിൽ അയാളുടെ ദൈനംദിനമായിട്ടുള്ള മുന്നോട്ട് പോക്ക് പോലും അപായപ്പെടും. വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ സമരത്തിന് കേരളീയ സമൂഹം അത്ര വലിയ പിന്തുണയൊന്നും കൊടുക്കാത്തത്. ഇവിടെ നഴ്സുമാർ പക്ഷേ കാലാകാലങ്ങളാണ്, ഡോക്ടർമാർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, പ്രൈവറ്റ് മേഖലയിൽ തന്നെ നല്ല ശമ്പളമാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ നഴ്സുമാർ നിർഭാഗ്യവശാൽ അടിസ്ഥാന ശമ്പളം അവർക്ക് കിട്ടുന്നില്ല. അത്തരം പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. പക്ഷേ ആശുപത്രികളിലേക്ക് കടന്നു വരുന്ന രോഗികളെ നമുക്ക് മറന്നുകൊണ്ടോ അവരുടെ അടിയന്തര പ്രാധാന്യം വേണ്ട, അവർക്ക് വേണ്ട പരിചരണം മറന്നുകൊണ്ടോ നമുക്ക് ഒരു സമരത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും നഴ്സുമാരുടെ സംഘടനയും മാനേജ്മെൻറ്റും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന മുൻകൈയിൽ സമവായത്തിൽ എത്തിച്ചേരണം. അതുവരേക്കും ഒരു ഇടവേളയെങ്കിലും നമ്മുടെ നഴ്സസ് സമരത്തിന് ഉണ്ടാകണമെന്നാണ് നിങ്ങളുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങളുടെ നോട്ടീസുകളും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് ഞങ്ങളൊക്കെ കേരളീയ സമൂഹം. പക്ഷെ നമുക്ക് ഇതൊരു പ്രധാനപ്പെട്ട അതാണ് എല്ലാവരും സമവായത്തിലേക്ക് എത്തുകയാണ്. നിങ്ങളും പറയുന്നു ജനങ്ങളുടെ കാര്യമാണെങ്കിൽ എങ്കിൽ ഹസൻ കോയ നാളെ മുഖ്യമന്ത്രിയെ കണ്ടോളൂ, ശരിയാണ്. പക്ഷേ പൊതുജനങ്ങളോട് പീപ്പിൾ ടി വിയിലൂടെ ഒപ്പം ഹാരിസ് നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്, ശമ്പള വർധനവാണോ? അത് വർദ്ധിപ്പിക്കും, ഞങ്ങൾക്ക് ആവശ്യമായതെങ്കിലും, ഞങ്ങൾ പറയുന്ന തുക വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമായത് മാന്യമായ രീതിയിൽ, ആ രീതിയിലേക്കെങ്കിലും ശമ്പള വർധനവ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഡോക്ടറുടെ കൂലി സംബന്ധിച്ച് നിങ്ങൾക്കൊരു തർക്കവുമില്ലല്ലോ, നിങ്ങൾക്കൊരു കണക്ക് പറച്ചിലുമില്ലല്ലോ, ഈ പാവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ. എങ്കിൽ പറയൂ, നിങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാണോ ന്യായമായ രീതിയിൽ? മാന്യമായ ഒരു ശമ്പളം, പിന്നെ അവിടെ മിനിമം വേജ് കമ്മിറ്റി കൂടിയിരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിലൊക്കെ കൂടിയിരുന്നോ ഉണ്ടാക്കുന്ന ഒരു മാന്യമായ വേതനം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 22-ാം തീയതി പിന്നെ എറണാകുളത്ത് വെച്ച് ഞങ്ങൾ ആശുപത്രി ഉടമകളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ആശുപത്രി ഉടമകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി, കേരളത്തിലെ നേരത്തെ പറഞ്ഞതുപോലുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അമിക്കബിൾ ആയിക്കൊണ്ട് എല്ലാവരും പിന്നെ അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സൊല്യൂഷനിൽ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ അതിനോട് പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. ശ്രീ ഹാരിസ്, കേട്ടല്ലോ, സമീപനങ്ങൾ മാറുന്നു, ഇനി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് സന്ദേശം. സമീപനങ്ങൾ മാറണമല്ലോ, അതിനാലോ നമ്മൾ സമരരംഗത്തേക്ക് ഇറങ്ങിയേ. അതെ, സമീപനങ്ങൾ മാറണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്ത് മാറ്റുമെന്ന് ഹുസൈൻ കോയ തങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 22-ാം തീയതി ആ മീറ്റിങ്ങിൽ അനുഭാവപൂർണമായ നിലപാട് എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾക്ക് അനുഭാവമായ പൂർണ്ണമായ നിലപാടായിരിക്കും അന്ന് എടുക്കണമെന്നറിയാൻ UNAക്ക് ഒരു ആകാംക്ഷയുണ്ട്. ഏതാണ്ട് ഞങ്ങളൊരു കാര്യം തീർത്ത് പറയാം, ഈ 2 ദിവസം സമരം ശക്തമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ആരംഭിച്ചു. തൃശ്ശൂരിൽ സമരം ശക്തിയായിട്ട് പോകുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾക്ക് നമ്മുടെ തന്നെ സ്റ്റാഫുകൾ എമർജൻസിയിൽ നമ്മൾ പരിചരണം കൊടുക്കുന്നുണ്ട്. ഹസൻ കോയ, നിങ്ങൾ 22-ാം തീയതിയിലെ നിങ്ങളുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാകുമോ മുഖ്യമന്ത്രിയെ കാണുക? നേരത്തെ പറഞ്ഞ് നാളെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് എന്നാണ്. ഇവരൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ 2 ദിവസമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ആരോടാണ് ചോദ്യം? ഹസൻ കോയ, 22-ാം തീയതി നിങ്ങൾ കൂടിയാലോചനയ്ക്ക് ശേഷമാകുമോ മുഖ്യമന്ത്രിയെ കാണുക? നാളെ മുഖ്യമന്ത്രിയെ കാണുമെന്നായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. അതെ, ഒരിക്കലും ഞങ്ങൾ 22-ാം തീയതി മുഖ്യമന്ത്രിയെ കാണുമെന്നോ 22-ാം തീയതിയിലെ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തീരുമാനമെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ ഗവേണിംഗ് ബോഡി മീറ്റിംഗിൽ ഞങ്ങൾ തീരുമാനിച്ചതനുസരിച്ച് നാളെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജന്
ഞങ്ങൾ വിളിച്ച് ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഞങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ സമരം തീരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാളെ കാണുന്നത്. 22-ാം തീയതി ഞങ്ങൾ യോഗം വിളിച്ചിട്ടുള്ളത്. 27-ാം തീയതിയിലെ തീരുമാനം എന്താണ്? അതായത് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അത് തൃശ്ശൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് പറയാൻ കൂടിയാണ് എന്നാണ് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്താണ് എന്ന് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും സർക്കാർ പറഞ്ഞു കഴിഞ്ഞു സമരത്തിന് പിന്തുണയാണ്, അവർക്ക് അർഹമായ കാര്യമാണ് എന്ന്. ആ അർത്ഥത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായ സമീപനമേ ഉണ്ടാകൂ. അതാണ് നീതിപൂർവമായ കാര്യം. ഇവിടെ അറിയേണ്ടത് നിങ്ങളുമായി ചർച്ചയ്ക്കില്ലെങ്കിലും 22-ാം തീയതി അവർ കൂടിയാലോചന നടത്തുന്നുണ്ട് മാനേജ്മെന്റ് അസോസിയേഷൻ. അങ്ങനെയാണെങ്കിൽ അവർ അതിൽ നിശ്ചയിക്കും ഞങ്ങൾക്ക് നഷ്ടം വരാതെ നിങ്ങൾക്കും നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു തുക. അത് ഞങ്ങൾ മുഖ്യമന്ത്രിയുമായ ചർച്ചയിൽ തുടർന്ന് പറയുകയും ചെയ്യും. ഇതാണ് മുമ്പോട്ട് വെക്കുന്നത്. ഏതാണ്ട് സമവായത്തിന്റെ സ്വരത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. ജാസ്മിൻ ഷാ, ഇതിലേക്കൊന്നും പോകുന്നു. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം തന്നാൽ സമരം നമുക്ക് പിൻവലിക്കാം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും 20,000 രൂപ എല്ലാ നഴ്സുമാർക്കും ശമ്പളം കിട്ടുന്നുണ്ട്. അദ്ദേഹം ഒറ്റ കാര്യം ഉറപ്പു വന്നാൽ ഈ കേരളത്തിലെ സ്വകാര്യ നഴ്സുമാർക്ക് നാളെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഏറ്റവും കുറഞ്ഞ കൂലി 20,000 രൂപയ്ക്ക് പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറാണ്, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ തയ്യാറാണ്. അതാണ് കാതലായ ചോദ്യമാണ്. അതായത് 20,000 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രീ ഹസൻ കോയ കാതലായ ചോദ്യമാണ് എത്തിയത്. 20,000 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 20,000 രൂപ എല്ലാ നേഴ്സുമാർക്കും അതിന്റെ സ്റ്റാൻഡേർഡായി നൽകാനാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനാകുമോ? അതെങ്കിലും 20,000 എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു, അതിൽ തന്നെ അവർ പിടിച്ചു. അതെ, എല്ലാ നഴ്സുമാർക്കും 20,000 രൂപ നൽകുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞുള്ളത്. 13,000 14,000 രൂപവും വേതനം ലഭിക്കുകയും PF-ഉം ESI-യും ബോണസും എല്ലാം കൂട്ടി ഒരു ജീവനക്കാരന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്താൽ 20,000 രൂപയോളം വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും 20,000 രൂപയോളം വരും. ശ്രീ ഷിജു ഖാൻ, ഇതൊക്കെ ചർച്ചയെ 20,000 ആദ്യം മുതൽ തീർച്ചയായും സമയപരിമിതി കൊണ്ട് നമുക്ക് നിർത്താം. സമയപരിമിതി കൊണ്ട് നിർത്താം. തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഭവപൂർവ്വം ഉണ്ടാകട്ടെ ജനങ്ങൾക്കും. ശ്രീ ഹസൻ കോയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഷിജു ഖാൻ, അതായത് കൃത്യമായി 20,000 എന്ന് പറഞ്ഞു, 20,000 എങ്കിലും കൃത്യമായി എല്ലാ നഴ്സുമാർക്കും ഉറപ്പാക്കുന്നത് എന്ന മർമ്മപ്രധാനമായ മർമ്മത്തിലേക്ക് ജാസ്മിൻ ഷാ എത്തി. അപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇനി മുമ്പോട്ടുള്ള കാര്യം സർക്കാരുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ നിലപാട് എന്തായിരിക്കും, എന്താകണം എന്നുള്ളത് ഷിജു ഖാൻ, നമുക്ക് ചർച്ച പൂർത്തീകരിക്കാം. കേരളത്തിലെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിലെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം പോലും പ്രതിമാസം നമ്മുടെ നഴ്സുമാർക്ക് കിട്ടുന്നില്ല. അവർ +2 പാസ്സായവരാണ്, അത് കഴിഞ്ഞ് BSc അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പാസ്സായവരാണ്. ദീർഘകാലം അവർ ട്രെയിനിങ് ചെയ്യുകയും പിന്നീട് അവർ തൊഴിലെടുക്കുകയും ചെയ്യുന്നവരാണ്. തീർച്ചയായും അവരനുഭവിക്കുന്ന തൊഴിൽ ചൂഷണം അതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാവൂ. ഈ മാനേജ്മെൻറ്റുകൾ 20,000 ഇപ്പോൾ കൊടുക്കുന്നു, കുറേ സാങ്കേതികത്വമൊക്കെ പറഞ്ഞിട്ടാണ് 20,000 വരെ എത്തിയത്. അതൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അവർക്ക് അടിസ്ഥാന ശമ്പളം കൊടുത്തേ മതിയാവൂ. സംസ്ഥാന ജീവനക്കാർക്ക് നഴ്സുമാർക്ക് കിട്ടുന്ന ശമ്പളമൊന്നും അവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല, അതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. തീർച്ചയായും ഒരേ സ്വഭാവത്തിലുള്ള തൊഴിലെടുക്കുന്ന ജീവനക്കാരാണ് നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിലുള്ളത്. അവരുടെ ശമ്പളം ഉറപ്പുവരുത്തണം, അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിച്ച് ഉറപ്പുവരുത്തണം. ഗവൺമെൻറ് അക്കാര്യത്തിൽ കർശനമായി ഇടപെടും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിലെ നമ്മുടെ രോഗികളെ, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, അവരുടെ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് അവർ ഇപ്പോൾ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകരുത്. സർക്കാരുമായി ഒരു ധാരണയിലെത്തണം. 27-ാം തീയതി അത്തരം ഒരു ധാരണയിലെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ പ്രവർത്തകരോട് അവരുടെ പ്രശ്നങ്ങളോടെല്ലാം മനസ്സിലാക്കുന്ന ആളുകൾ എന്ന നിലയിലും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തീർച്ചയായും ഒരു പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ നന്ദി കിട്ടി ഞങ്ങൾക്ക് മടുത്തു, ഇനി വേണ്ടത് കൂലിയാണ്. തീർച്ചയായും ആ നേഴ്സുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് ഹൃദയപക്ഷ സർക്കാർ ഇടപെടും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകൾ എത്തിക്കണം എന്നതിലേക്കാണ് ചർച്ച പൂർത്തീകരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചയിലേക്ക് നാം പോവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചലച്ചിത്ര അക്കാദമിയുടെ നിയമപരമായ പോരാട്ടങ്ങൾക്ക്
ഫലം കാണുന്നു. ഹൈക്കോടതി രാഷ്ട്രീയ പ്രേരിതമാണ് അക്കാദമി ചലച്ചിത്രോത്സവത്തിൽ നിന്ന് ചിത്രങ്ങൾ മാറ്റിയ, കശ്മീർ അടക്കമുള്ള ചിത്രങ്ങൾ മാറ്റിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിലേക്കാണ് കോടതി എത്തുന്നത്. അതിലേക്ക് ചർച്ചയെ വിന്യസിക്കാം.